നമസ്കാരം. ടുഡേസ് ഡിബേറ്റിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രം മതേതരത്വത്തിന്റെ ഉദാഹരണമെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടിനെ പ്രശംസിച്ച മുഖപ്രസംഗം എഴുതുന്നു ജന്മഭൂമി. അയോധ്യയിലെ രാമക്ഷേത്രം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന ലീഗിന്റെ നിലപാട് ശരിയാണെന്നും അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പറയുന്ന ജന്മഭൂമി ലീഗിന്റെ നിലപാടിൽ പുതുമയുണ്ട് എന്നുകൂടി പറയുന്നു. ലീഗിന്റെ പരമോന്നത നേതാവ് എന്ന് ജന്മഭൂമി വിശേഷിപ്പിക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട് മുസ്ലിം ഭൂരിപക്ഷത്തിന്റേതോ എന്നാണ് ഇന്ന് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. അതിഥികളായി ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, എ സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം റെജി ലൂക്കോസിലേക്ക് പോകുമ്പോൾ, ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, മുസ്ലിം ലീഗ് എന്നൊരു കക്ഷി, എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ദയനീയ അവസ്ഥയുടെ കാരണം എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഭയപ്പാടാണ്. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, NDAയിലെ ഒരു ഘടകകക്ഷിയായി ലീഗ് ചേരാൻ പോകുന്നതിന് ദൂരം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് നമുക്ക് ഈ പ്രസ്താവന കേട്ടുകഴിഞ്ഞാൽ. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങള് ഈ രീതിയിലുള്ള വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കുന്ന ആദ്യമല്ല. അദ്ദേഹം ഹാഗിയ സോഫിയയെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം എഴുതിയ ചന്ദ്രികയിലെ ഒരു ലേഖനം വ്യാപകമായ പ്രതിഷേധത്തിനിടയായി. പിന്നീട് അദ്ദേഹം അത് പിൻവലിച്ച് അതിൽ ഖേദം പ്രകടിപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയല്ല. ഇദ്ദേഹം 2 ദിവസം മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയിൽ, ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? രാമക്ഷേത്രം പണിയുന്നത് ഇന്ത്യയുടെ പൊതുവായ ഒരു വികാരമാണെന്നും അത് അവിടെ പണിയേണ്ട അനിവാര്യമാണെന്നും ഒരു RSS നേതാവിനെ പോലെയോ ഒരു BJP നേതാവിനെ പോലെ അദ്ദേഹം പറഞ്ഞു എന്നത് പിന്നെ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ അടിവരയിടുന്ന ഒരു വസ്തുത. എന്താണ് ചോദിച്ചത്? മുസ്ലിം ലീഗിലെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണെന്നുള്ളവരും എത്ര ഗതികേടാണ് അദ്ദേഹം അതിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ഭയപ്പെട്ടിട്ടാണ്. ഇത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല. മുഖ്യശത്രു BJP അല്ല എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട് മുസ്ലിം ലീഗിന് ഇതിനു മുമ്പായിട്ട്. അത് സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടിയാണ്. മുസ്ലിം ലീഗിന്റെ തന്നെ യൂത്ത് ലീഗിന്റെ ഒരു ഓൺലൈൻ ചാറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ് മുഖ്യ ശത്രു BJP അല്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഈ ലീഗിന്റെ നിലപാടുകളെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ അണികളിൽ വലിയ വ്യാപകമായിട്ടുള്ള സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പരസ്യമായിട്ട് ഇതിനെ പുറത്തു വന്നിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക, സാദിഖ് അലി തങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. സുപ്രീം കോടതിയിൽ വാദിച്ചപ്പോൾ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞത് എന്താ? അവിടെ നിന്നും പുരാവസ്തു ഗവേഷകർക്കോ ആർക്കോ അവിടെ ഒരു ക്ഷേത്രമുള്ളതായിട്ട് ഒരു ചെറിയ തെളിവ് പോലും കണ്ടെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു സമന്വയത്തിന്റെ പാതയിൽ അവിടെ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ പൂർവികമായിട്ട് തന്നെ പാരമ്പര്യം നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഈ ഗവേഷകരെ മുഴുവനും ഗവേഷണം നടത്തിയിട്ടും ആർക്കിയോളജിക്കൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന് പോലും അവിടെ ഒരു ക്ഷേത്രം നിലനിന്നതായിട്ട് യാതൊരു തെളിവും, ഒരു ചെറിയ 1 ഇഞ്ച് ഒരു കഷ്ണം പോലും കിട്ടാത്തൊരു സാഹചര്യത്തിൽ അവിടെ ഒരു മുസ്ലിം ദേവാലയം തകർത്ത് RSSകാരും ഹിന്ദുത്വവാദികളും തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യയുടെ മതേതരത്തിനെ വെല്ലുവിളിച്ച ആ അനുഭവത്തിൽ അന്നത്തെ ശിഹാബ് തങ്ങള് വളരെ മാന്യമായ രീതിയിൽ അതിനെ ഒരു വർഗീയപരമായ രീതിയിലുള്ള ചേരുന്നതിലേക്ക് പോകേണ്ട അദ്ദേഹം കൃത്യമായി നിയന്ത്രിച്ചു. അതിനെ മതേതരങ്ങൾ കേരളം അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് ആ മുറിവുണങ്ങുമോ? ഇന്ത്യയിൽ ഹിന്ദുത്വവാദികൾ അഴിഞ്ഞാടിയ ഇന്ത്യയിൽ മതേതരത്തിന്റെ കടക്കൽ കത്തിവെച്ച ആദ്യത്തെ ദുരനുഭവമായിരുന്നു ബാബറി മസ്ജിദ് പള്ളി പൊളിക്കുക എന്നുള്ളത്. ആ പള്ളി പഠിച്ചതിൽ ഏറ്റവും വേദനിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കേരളത്തിലെ പരമോന്നത നേതൃത്വത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാവെന്ന് ആയിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട തങ്ങള് ഈ രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയതിലൂടെ തന്നെ വാസ്തവ പുരാണത്തിന്റെ മുസ്ലിം ലീഗിന്റെ അണികളിൽ അവശേഷിക്കുന്ന അണികളിലൂടെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാമക്ഷേത്ര പണിയെയും രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി പൂജ നടത്തി ഉദ്ഘാടനം ചെയ്തതിനെയും മുക്തകണ്ഠ പ്രശംസിച്ചുകൊണ്ട് അത് ഇന്ത്യക്കാരുടെ വികാരമാണെന്നൊക്കെ പറഞ്ഞ ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ചോളം ഇത് മൂക്കത്ത് വിരൽ വെക്കാണ് ആ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷ ആളുകളും മഹാഭൂരിപക്ഷ ആളുകളും. മുസ്ലിം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പോളിസി എന്താണ്, ഐഡിയോളജി എന്താണ്? മലപ്പുറം ജില്ല എന്ന് പറയുന്ന ആ ജില്ല മാത്രമല്ല, മുസ്ലിം സമൂഹം എവിടെയുണ്ടോ, ഈ രാജ്യത്ത് എവിടെയുണ്ടോ അവിടെയെല്ലാം ആ സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യയിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഈ കൊടും ഹത്യക്കെതിരെ ശബ്ദിക്കുന്ന ഒരു വലിയ ജനാധിപത്യ സഹ്യതയുള്ള ഈ നാട്ടിൽ സുപ്രീം കോടതിക്ക് പോലും കണ്ടെത്താൻ ഒരു തെളിവ് കാണാതെ കണ്ട് ഒരു വിധി പ്രഖ്യാപിച്ചതിനെയും അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചതിനെയും ലീഗിന്റെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് പുകഴ്ത്തി സംസാരിക്കുകയും ലജ്ജാകരമായ രീതിയിൽ സാദിഖ് അലി തങ്ങളെ ന്യായീകരിച്ചുകൊണ്ടും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും ജന്മഭൂമിയിൽ ഒരു എഡിറ്റോറിയൽ വരിക എന്ന് പറഞ്ഞാൽ അത് ലീഗിനെ സ്നേഹിക്കുന്നവരെയും ആ സമൂഹത്തിൽപ്പെട്ടവരെയും ഒരു പരിധിവരെ മതേതര കേരളത്തിലെ ജനങ്ങളെ പോലും അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിന് തുല്യമായി പോയി.
മുസ്ലിം ലീഗിനെയും ആ രാഷ്ട്രീയ കക്ഷിയെയും കാലങ്ങളായിട്ട് ജന്മഭൂമിയിൽ വരുന്ന അവരാക്ഷേപിക്കുന്ന വാക്കുകളും മത തീവ്രവാദികളും വരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ, ലീഗിന്റെ മുൻനിരയിലുള്ള പല നേതാക്കന്മാരെയും ലീഗ് അണികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് വരെ എഴുതിയിട്ടുള്ള ഈ ജന്മഭൂമി പോലെ ഒരു പത്രം അവർക്ക് അവരുടെ അഭിനന്ദനങ്ങൾ നേടിയെടുക്കാനായിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള കേരളത്തിലെ ആദരിക്കുന്ന ആ തങ്ങൾ ഫാമിലിയെ കേരളം ജാതി മത അതീതമായി കേരളത്തിലെ സമൂഹം ആദരവോട് കാണുന്ന ഒരു കുടുംബമാണ്. അവിടുന്ന് ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ രീതിയിലുള്ള ഒരു പുകഴ്ത്തൽ നടത്തുകയും ഈ രീതിയിലുള്ള ചരിത്രത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ജന്മഭൂമി ഒരു എഡിറ്റോറിയൽ നടത്തുകയും എഴുതുകയും ചെയ്തു എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിലെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് അതിന് അനുകൂലിക്കുന്നില്ല, അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രസക്തം. ഞാൻ മടങ്ങി വരാം ശ്രീ റെജി ലൂക്കോസ്. സജീവൻ, ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ രാജ്യത്തുണ്ടായിരുന്ന സാഹചര്യം പോലുമല്ല ഇന്നുള്ളത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് ഭീതിതമായ അവസ്ഥയിലൂടെ ന്യൂനപക്ഷങ്ങൾ ഒന്നാകെ കടന്നുപോകുന്നു. മാത്രമല്ല, അയോധ്യയ്ക്ക് പിന്നാലെ കാശിയും മഥുരയും ഒക്കെ ഇനി ബാക്കി നിൽക്കുന്നു എന്നുള്ള RSSന്റെ പ്രഖ്യാപനം കൂടി വരുന്നിടത്താണ് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളുടെ പ്രസക്തി വരുന്നത്. അപ്പോൾ ആ അപകടം എന്താണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? വീണ്ടും വിചാരത്തോടു കൂടിയിട്ട് പ്രതികരിക്കുക എന്ന് പറയുന്നത് നേതാക്കന്മാർക്ക് പൊതുവെ വേണ്ട ഗുണമാണ്. പ്രത്യേകിച്ച് സാമുദായിക നേതാക്കന്മാർക്ക് വേണ്ട ഗുണമാണ്. ഇവിടെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞ കാര്യത്തെ ന്യായീകരിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ച് നമ്മൾ കണ്ടു. അവർ പറഞ്ഞത് നേരത്തെ ഇതേപോലെ ലീഗിന്റെ നേതാക്കന്മാർ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്തും സംയമനത്തിന് വേണ്ടിയിട്ട് സാമുദായിക മൈത്രിക്ക് വേണ്ടിയിട്ടാണ് പ്രതികരിച്ചത് എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് റെജി ലൂക്കോസ് കൂടെ പറയുകയും ചെയ്തു. നേരത്തെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ വികാരപരമായിട്ട് സംസാരിച്ചപ്പോൾ ആ അധ്യക്ഷനെ പോലും മറികടന്നുകൊണ്ട് അധ്യക്ഷൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സംയമനത്തോടുകൂടി പെരുമാറണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ, മുസ്ലിം ലീഗ് അണികൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞയാളാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അത് അക്കാലത്ത് ആവശ്യമായിരുന്നു. കാരണം വികാരത്തിന്റെ ഈ എരിവ് കയറ്റിയിട്ട് ജനങ്ങളെ അക്രമത്തിലേക്ക് തള്ളിവിടുന്നത് പാടില്ല. ഒരു സാമുദായിക നേതാവും ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാൻ പാടില്ല എന്ന ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ബാബരി മസ്ജിദ് തകർത്തതിനോട് അനുകൂലമായിട്ട് നിലപാടുള്ളത് കൊണ്ടായിരുന്നില്ല. പക്ഷേ ആ മനസ്സ് നീറ്റുന്ന രീതിയിൽ ആ പ്രവർത്തനത്തെ മൂടി വെച്ചുകൊണ്ട് അക്രമം ഇല്ലാതാക്കാനാണ്, പ്രത്യേകിച്ച് തങ്ങളുടെ അണികളിൽ നിന്നും അക്രമത്തിന്റെ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, ചിന്തിച്ചത്. അതനുസരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെയും സാദിഖ് അലി തങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടിനെയും നമ്മൾ താരതമ്യപ്പെടുത്തണം. ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ബാബരി മസ്ജിദ് തകർത്ത ഒരു സ്ഥലത്ത് കോൺഗ്രസ് കാലുകുത്തുമോ എന്ന് അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന സുന്നി വിഭാഗത്തിന്റെ നേതാക്കന്മാരുടെ പത്രത്തിൽ, സമസ്തയുടെ പത്രത്തിൽ, സുപ്രഭാതത്തിൽ ഒരു എഡിറ്റോറിയൽ വന്നിരുന്നു. ആ എഡിറ്റോറിയലിന് ശേഷമാണല്ലോ, കുറച്ച് കഴിഞ്ഞാണല്ലോ അദ്ദേഹം പ്രതികരിക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും തരത്തിൽ അക്രമത്തിലേക്ക് ആരെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ അവർ തടയാനാണെങ്കിൽ നമുക്ക് അനുവദിക്കാം. അങ്ങനെ ഒരു സംഭവമില്ല. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ അവിടെ ഇതിന് മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നിടത്ത പ്രശ്നം. അദ്ദേഹത്തിന് പറയാമായിരുന്നു, സുപ്രീം കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ പരമായ പ്രശ്നങ്ങൾ ഉള്ളതാണ് ബാബരി മസ്ജിദ് തകർച്ച. എന്നാലും സുപ്രീം കോടതി അതിന്റെ അന്തിമ വിധി പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പിന്നീട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനെതിരെ ഒന്നും പറയാതിരിക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ വികാരങ്ങൾ മൂടി വെച്ചുകൊണ്ട്, അടച്ചു വെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ സംയമനം പാലിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ എല്ലാവരും അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ഇത് അദ്ദേഹം പറഞ്ഞ് കൂടിപ്പോയി. അദ്ദേഹം പറഞ്ഞത് ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്നാണ്. ബാബരി മസ്ജിദ് എങ്ങനെയാണ് മതേതരത്വത്തിന്റെ പ്രതീകമാവുക? അതൊരു ഹൈന്ദവ ആരാധനാ കേന്ദ്രമാണ്, ആരാധനാലയമാണ്. അവിടെ മതേതരത്വം പറയുന്നില്ല. മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവിടെ ഈ ബിംബപ്രതിഷ്ഠ, വിഗ്രഹപ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാരണം എല്ലാ വിഭാഗത്തിലെയും, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതിനൊക്കെ പുരോഹിതന്മാരെ കൂടി വിളിച്ചു വരുത്തിയിട്ട് അവരുടെയൊക്കെ അനുഗ്രഹാശിസോട് കൂടിയിട്ടാണ് ഇങ്ങനെ നടത്തിയിരുന്നതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷെ അതില്ല. അവിടെ കൃത്യമായിട്ടൊരു
ശരിയായ സവർണ രീതിയിലുള്ള പ്രതിഷ്ഠാകർമ്മങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആ ഒരു സംഭവത്തെക്കുറിച്ച് മിണ്ടാതിരിക്കാം. അല്ലാതെ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്, അത് അദ്ദേഹം മനസ്സിലാക്കില്ല. അതിന്റെ പ്രതിഫലനമാണ്, അതിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ജന്മഭൂമിയുടെ ഈ എഡിറ്റോറിയൽ. അതായത് എതിരാളികളുടെ കയ്യിലേക്ക് ഈ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ, ഞാൻ ഹിന്ദുക്കളെ മുഴുവൻ എതിർക്കണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഈ രാമജന്മഭൂമി അല്ലെങ്കിൽ രാമക്ഷേത്രം അവിടെ നിർമ്മിച്ചുകൊണ്ട് അവിടെയുള്ള പ്രാണപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന BJPക്ക് കേരളത്തിൽ പോലും വളം വെച്ചു കൊടുക്കുന്നതിന് അവരുടെ കയ്യിലേക്ക് വടി കൊടുക്കുന്ന ഒരു നിലപാടായി പോയി സാദിഖ് അലി തങ്ങളുടേതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം പ്രയോഗിച്ച ഈ വാക്കാണ്, അതായത് മതേതരത്വത്തിന്റെ പ്രതീകം എന്നുള്ളതാണ്. മതേതരത്വത്തിന്റെ പ്രതീകമാണെങ്കിൽ എല്ലാ ആളുകളെയും ഒരേപോലെ കാണുന്ന രൂപത്തിൽ ആയിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന് മുമ്പ് പല BJP നേതാക്കന്മാരും പറഞ്ഞ കാര്യം, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേരളത്തിൽ വന്ന് പറഞ്ഞുള്ള എല്ലാവരും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആ സമയത്ത് രാമനാമം ജപിക്കണമെന്നാണ്, അതായത് രാമന് സ്തുതി പാടണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്ത്യയില് വിവിധ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, മതം വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അവരൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ ക്രിസ്ത്യൻ പള്ളികളിൽ പോലും അവരുടെ ഈ എന്താണ് കുരിശിന് മുകളിൽ നമ്മൾ ഇത്തരത്തിൽ ഈ രാമനെ പ്രകീർത്തിക്കുന്ന കൊടി ഉയർത്തി നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ നടത്തുമ്പോൾ അത് പ്രകോപനമാണ്. അങ്ങനെ പ്രകോപനത്തിന് വഴിവെക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭവം നടന്നിട്ട് അതിനെ മതേതരത്വത്തിന്റെ പ്രതീകം എന്ന് അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹത്തിനൊന്നും മിണ്ടാതിരിക്കാം. എത്രയോ നേതാക്കന്മാർ, എത്രയോ സാമുദായിക നേതാക്കന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ലല്ലോ. അവര് പക്ഷെ ഇതിനെ അനുകൂലിക്കുന്നുണ്ടാകാം, എതിർക്കുന്നുണ്ടാവാം. പക്ഷേ എതിരാളിയുടെ കയ്യിൽ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാവുന്ന വടി കൊടുക്കേണ്ടിയിരുന്നുള്ള ചോദ്യമുണ്ട്. അതാണ് ഇപ്പോൾ ജന്മഭൂമിയിൽ വന്നിട്ടുള്ളത്. ജന്മഭൂമിയിൽ ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ലീഗ് അണികളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ വലിയ പ്രതിഷേധമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതുന്നതിന് എന്താണ് കാരണമായിട്ടുള്ളത്? സാദിഖ് അലി തങ്ങളുടെ ഈ പ്രതികരണമാണ്. അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, നമുക്ക് ഈ ഒരു സംഭവത്തിൽ ആരും അപലപിച്ചുകൊണ്ടോ അതിനെ എതിർത്തുകൊണ്ടോ ഒന്നും പറയാതിരിക്കണം, സംയമനം പാലിക്കണമെന്ന് അദ്ദേഹം അണികളോട് പറഞ്ഞിരുന്നുവെങ്കിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെയ്ത അതേ കാര്യം, ഒരു അക്രമത്തിലേക്കൊന്നും പോവാതെ ഈ ദിവസം നിങ്ങൾ വളരെ സംയമനത്തോടു കൂടിയിരിക്കണം എന്ന് പറഞ്ഞിരുന്നത് നല്ല കാര്യമാണ്. അതല്ലാതെ പ്രകീർത്തിക്കുമ്പോൾ ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നമുണ്ടായി. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്ന പോലെ ഞാൻവാബി പള്ളിയുടെ പ്രശ്നമുണ്ട്, മധുരയിലെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പല സ്ഥലത്ത് ഇവിടെ താജ്മഹലിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട്. ഇപ്പോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് വഴിവെച്ച് കൊടുക്കണമോ, അതല്ലെങ്കിൽ മതേതര വിശ്വാസികളെ പോലെ ഇതിലെ തെറ്റുകളെ എതിർക്കുകയും അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് മിണ്ടാതിരിക്കുക, വേണ്ട പ്രകോപനമൊന്നും വേണ്ട എന്ന രീതിയിൽ മിണ്ടാതിരിക്കുമെങ്കിലുമാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ചെയ്തത് ശരിയായ പ്രതികരണമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചർച്ചയിലേക്ക് വീണ്ടും റെജി ലൂക്കോസ. സാദിഖ് അലി ശിഹാബ് തങ്ങളെപ്പോലുള്ള ഒരാൾ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് തള്ളിപ്പറയാൻ ലീഗിലെ മറ്റു പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾക്കുണ്ടാകുന്ന ഒരു വിഷമം, ഒരു ദുരവസ്ഥ, അത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിലൊക്കെയും അത് വായിച്ചെടുക്കാവുന്നത് കൂടിയാണ്. പക്ഷേ എന്നിരിക്കൽ പോലും ഇങ്ങനെ ഒരു സവിശേഷ സാഹചര്യത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിനെ ആകെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും ലീഗ് എങ്ങനെ അതിനെ മറികടക്കും? ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ചോദിക്കാൻ ശ്രമിച്ചതാ, ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ ഒരാൾ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിനെ പരസ്യമായി തള്ളിപ്പറയാൻ മുസ്ലിം ലീഗിനകത്ത് ചിലർക്കെങ്കിലും മടിയുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതും അതാണ്. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന മുസ്ലിം ലീഗിനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു സവിശേഷ അവസ്ഥയുണ്ട്, അന്തരീക്ഷമുണ്ട്. അതിൽ നിന്നും ലീഗിന് എങ്ങനെ പുറത്തു കടക്കാനാകും? അത് വളരെ ബുദ്ധിമുട്ടാണ് ലീഗിന് അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത് അവരുടെ പരമോന്നത നേതാവാണ്. പിന്നെ സംസ്ഥാന പ്രസിഡന്റായാലും ദേശീയ തലത്തിലെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്നെ ഒന്നാമത്തെ നേതാവാണ്. ആദരണീയമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തു കിടക്കുക അസാധ്യമാണ്, അത്ര എളുപ്പമല്ല. തന്നെയുമല്ല അദ്ദേഹം അത് ആലോചിച്ച് തന്നെ പറഞ്ഞതാണ്. കാരണം എന്തുകൊണ്ട്? രണ്ട് കാര്യങ്ങളാണ്. നേരത്തെ സജീവ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ മതേതരത്തിന്റെ പ്രതീകമാണ് പിന്നെ രാമക്ഷേത്രം എന്ന് പറയാനായിട്ട് എങ്ങനെ അദ്ദേഹത്തിന് നാവ് വഴങ്ങി? നൂറുകണക്കിന് ആളുകളുടെ രക്തം ഒഴുകിയാണ് ബാബറി മസ്ജിദ് അവിടെ 92 തകർക്കുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ പടുത്തുയർത്തിയ യാതൊരു ചരിത്ര
പിന്നെ വസ്തുതകളും ഇല്ലാണ്ട് പടുത്തുയർത്തുകയും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്കിൽ കത്തിവെച്ച് ഏറ്റവും വലിയ മതേതരത്തിന്റെ നിഷേധാത്മകമായ പ്രതീകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പിന്നെ ക്ഷേത്ര സമുച്ചയത്തെ എങ്ങനെയാണ് ഈ പിന്നെ തങ്ങൾക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റിയെന്നുള്ളൊരു ചോദ്യം വലിയ പ്രസക്തമാണ്. അത് മുസ്ലിം ലീഗിന്റെ അണികളെ മാത്രമല്ല വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ അണികളെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആദ്യമായിട്ടല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അദ്ദേഹത്തിന്റെ പേനയിൽ നിന്നൊക്കെ ഈ രീതിയിലുള്ള പിന്നെ വിഡ്ഢിതരങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും ഈ രീതിയിലുള്ള വക്രീകരണങ്ങൾ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല, ഇദ്ദേഹത്തിനെ ആരോ വരുതിയിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭയപ്പെടുന്നു ആരെയോ. രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഇച്ഛാശക്തിയോ ഇല്ലാതെ കൊണ്ട് ജനാധിപത്യത്തെ പോലും 1% പോലും ബഹുമാനിപ്പിക്കാതെയുള്ള ആരുടെയോ ഭീഷണിക്ക് മുമ്പിൽ ഈ സാദിഖലി തങ്ങൾ വഴങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. അത് ലീഗ് അണികളെ വലിയ രീതിയിൽ പിന്നെ ബാധിച്ചിരിക്കുന്നു. തങ്ങൾക്കൊരു നേതൃത്വം, യഥാർത്ഥ ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന തങ്ങൾക്കൊരു നേതൃത്വം ഇല്ലായ്മ വന്നിരിക്കുന്നു. ഉള്ള നേതൃത്വം തന്നെ ഈ പറയുന്ന വർഗീയവാദികളുടെ കടക്കൽ അല്ലെങ്കിൽ കാൽക്കൽ പത്തി മടക്കി കുമ്പിട്ടിരിക്കുന്നു എന്നുള്ളൊരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ, ഒരു ഭീതികരമായ സിറ്റുവേഷൻ ലീഗ് അണികളിൽ വന്നിട്ടുണ്ട്. അത് വളരെ പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം വളരെ തികഞ്ഞ ഒരു മതേതരവാദിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി, യാതൊരു തർക്കമില്ല. അദ്ദേഹം ലീഗിലെ 2ാം സ്ഥാനക്കാരനാണ് ഈ താങ്കൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അദ്ദേഹം ബഹുമാനപ്പെട്ട തങ്ങളെ ന്യായീകരിക്കാൻ അദ്ദേഹം വന്നു എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട്, അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട് മാത്രമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ആ രീതിയിലേക്ക് ന്യായീകരിച്ചു വന്നത്. ഇപ്പൊ നേരത്തെ സജീവ് സാർ പറഞ്ഞ പോലെ ഇവിടെ ശിഹാബ് തങ്ങളെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ ബാബറി മസ്ജിദ് തകർത്തതിനെ അംഗീകരിച്ചിട്ടില്ല. ബാബറി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ മതസൗഹാർദ്ദം തകരാതെ കണ്ട് നാട്ടിലെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലീഗിന്റെ അണികളെയും ആ സമൂഹത്തിലെ വിശ്വാസ സമൂഹത്തെയും അദ്ദേഹം സമാധാനമായ അന്തരീക്ഷത്തിലേക്ക് കടക്കാനായിട്ട് ആഹ്വാനം ചെയ്യാതെ അത് അവർ ഏറ്റെടുത്തു. അത് ദേശീയതയിൽ തന്നെ വലിയ രീതിയിലുള്ള അപ്രീസിയേഷൻ ഉണ്ടായി. പക്ഷെ സാദിഖലി ശിഹാബ് തങ്ങൾ എന്താണ്, തങ്ങളെ എതിർക്കുന്ന, തങ്ങളെ വർഗീയപരമായ രീതിയിൽ തങ്ങളെ തകർക്കുകയും ഇന്ത്യയിലെ ഭരണഘടനയിലെ 4, 5, 11, 13, 15 ആർട്ടിക്കിൾ പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ജാതി മത വർണ്ണ ദേശ വ്യത്യാസമില്ലാതെയുള്ള തുല്യതയ്ക്ക് എതിരെയുള്ള കടക്കൽ കത്തിവെക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ CAA ഇന്ത്യയിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയെ, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വർഗീയ ധ്രുവീകരണത്തിനും വർഗീയപരമായിട്ട് ഇന്ത്യയെ ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആദ്യത്തെ പാതകമായ ബാബറി മസ്ജിദ് തകർത്തതിന് മതേതര ഇന്ത്യയുടെ കാഴ്ചപ്പാടാണെന്നും ഓരോ ഇന്ത്യക്കാരന്റെയും ഈ പിന്നെ എന്താ പറയുക വികാരമാണെന്നൊക്കെ പറഞ്ഞ് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പിന്നെ ആ രീതിയിലൊരു പരസ്യ പ്രസ്താവന നടത്തുകയും ഈ നിമിഷം വരെ നിഷേധിക്കാതിരിക്കുകയും ചെയ്തതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വളരെ പിന്നെ എന്താ പറയാ കോൺസിക്വൻസ് നിറഞ്ഞാണ്, സംശയമൊന്നുമില്ല. ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ BJPയും RSS ഇത് കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്യും, ദേശീയ തലത്തിൽ മാർക്കറ്റ് ചെയ്യും. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്നാണ് അവർക്ക് പിന്തുണ കിട്ടിയിരിക്കുന്നത്. അതാണ് ലീഗിലെ അണികൾ മനസ്സിലാക്കേണ്ടത്. ലീഗിന്റെ മുഴുവനെ സ്നേഹിക്കുന്ന പിന്നെ അണികൾ, അവരുടെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയെ, തങ്ങളെ എതിർക്കുന്ന, തങ്ങളെ വർഗീയപരമായ രീതിയിൽ തന്നെ ചിത്രീകരിച്ചുകൊണ്ട് ദേശത്ത് തന്നെ ഓടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും സംഘടനയുടെയും മുമ്പിൽ തങ്ങളെ അടിയറ വെച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു അനുഭവമാണെന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം. ഒരു കാര്യം നിന്ന് മനസ്സിലാക്കാൻ പറ്റും, കേരളത്തിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് പിന്നെ ഇന്ത്യയിൽ വ്യാപകമായിട്ടും പിന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ പാർലമെന്റിലേക്കുള്ള ഇടതുപക്ഷ MP-മാരുടെ എണ്ണം ക്രമാതീതമായി ഉയർത്തണം. അവർ 15 or 16 തന്നെ മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പിന്നെ മതേതരം വലിയ രീതിയിൽ ഭീഷണി വരും. ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ കടക്കൽ കത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ലീഗിന്റെ അണികൾക്ക് ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ വലിയൊരു വിഭാഗം ലീഗ് അണികൾ, ആ അണികൾ ഈ ഇത്തരം നേതൃത്വത്തിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, മുസ്ലിം ലീഗിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഈ നേതൃത്വത്തെ ഇനി അവർ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്? അവിടെ സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും അധീർ രഞ്ജൻ ചൗധരിക്കും ഒക്കെ ക്ഷണം കിട്ടിയിരുന്നല്ലോ. അവർ പോകണമെന്നുള്ള നിർദ്ദേശം, പല അഭിപ്രായം കുറെ ഉത്തരേന്ത്യൻ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ക്ഷണിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു.
ഇതൊക്കെ ഉണ്ടായിട്ടും കോൺഗ്രസ് അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശക്തമായിട്ട് ഹൈക്കമാൻഡിൽ ആവശ്യപ്പെടാനുള്ള കാരണം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായത് കൊണ്ടാണ്. അങ്ങനെ പോയാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ കോൺഗ്രസുമായിട്ട് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വി.ഡി. സതീശനും കെ. സുധാകരനും ഒക്കെ ഈ രീതിയിൽ ഹൈക്കമാൻഡിന്റെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞ് പോകരുതെന്നുള്ള കാര്യം അങ്ങനെ അവർ തീരുമാനിച്ചു. ഇപ്പോ സാദിഖ് അലി തങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ബാബരി മസ്ജിദ് അല്ല, രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുമ്പോൾ അവിടെ പോവുകയല്ല വേണ്ടത്. അത് ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് പോകണം, പറ്റുമെങ്കിൽ ലീഗിന്റെ നേതാക്കന്മാരും പോവുകയല്ലേ വേണ്ടത്. അപ്പം മതേതരത്വത്തിന്റെ പ്രതീകമെന്ന് പറയാൻ എന്ന നിലപാടാണ് ലീഗിനുണ്ടായിരുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ പോകരുത് എന്ന് പറഞ്ഞത്? മാത്രമല്ല, ഇതിനേക്കാളൊക്കെ അപ്പുറത്തുണ്ട്, കോൺഗ്രസ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഇരുന്ന സമയത്ത് ഇനിയും സമയമുണ്ടല്ലോ, ആ സമയത്തേക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ശ്രീ എസ് സജീവൻ, താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അവസാന നിമിഷങ്ങളിൽ, അവസാന മിനിറ്റുകളിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഇടപെടുന്നു. മതേതരത്വത്തിന്റെ പ്രതീകമായി അയോധ്യയിലെ ക്ഷേത്രം മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ വിശദീകരിക്കേണ്ടി വരും. വളരെ നന്ദി ശ്രീ എസ് സജീവൻ, റെജി ലുക്കോസ് ടുഡേസ് ഡിബേറ്റിൽ സഹകരിച്ചതിന്.